ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1/2 കിലോ ബീഫ് വെച്ചാണ് ഞാനിവിടെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള 6 പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു വലുപ്പത്തിലുള്ള തക്കാളിയാണ്. തക്കാളിയുടെ കൂടെ ഞാനിവിടെ 7 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 10-12 എണ്ണം വേണ്ടി വരും. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ബീഫ് റോസ്റ്റിലേക്കുള്ള പൊടികളെല്ലാം ചൂടാക്കിയെടുക്കാനുണ്ട്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വന്നാൽ ഞാനിതിലേക്കൊരു 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ട് വേണം പൊടികളെല്ലാം ചൂടാക്കിയെടുക്കാനായിട്ട്. പൊടികളെല്ലാം മൂത്ത് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീഫിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമുക്കിനി അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പകുതിയായി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചൂടാക്കി വെച്ച പൊടികളും ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ബീഫിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെക്കാം. ബീഫ് കുക്കാവാനായിട്ട് ഒരു 5-6 വിസിൽ കൊടുക്കേണ്ടി വരും. ബീഫ് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഇവിടെ കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്ത് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ തക്കാളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ബീഫെല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിലേക്ക് മാറ്റാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ബീഫ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 5-6 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.